ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പണക്കാരനാകണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിച്ച് പീപ്പിൾ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ റിച്ച് പീപ്പിൾ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ റിച്ചായിട്ടുള്ള ആളുകൾ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയുന്നു. ഒന്നാമത്, അവർ പുവർ മെൻറ്റാലിറ്റി കൊണ്ട് നടക്കുന്ന ആളുകളല്ല. രണ്ട്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. മൂന്നാമത്, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നാലാമത്, അവരൊരു കംഫർട്ട് സോണിൽ നിൽക്കത്തില്ല. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നത്. സാധാരണക്കാർ വീണ്ടും താഴേക്ക് പോകും. കാരണം ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. എന്തൊക്കെയാണ് ആ ബന്ധം എന്നറിയുന്നു. ഒരു സാധാരണക്കാരന് ഒരു പണക്കാരനാകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാകണമെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്നു വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ സാധാരണക്കാർ എന്തുകൊണ്ടാണ് അവൻ്റെ ലെവല്, അല്ലെങ്കിൽ അവൻ ആ നിലയിൽ നിന്ന് അവൻ ഉയർച്ച ഉണ്ടാകത്തിൻ്റെ കാരണം എന്നുകൂടി നമ്മൾ അറിയണം. ഒന്ന്, അവൻ്റെ പുവർ മെൻറ്റാലിറ്റിയാണ്. എന്ന് വെച്ചാൽ, നമ്മളത് ചെയ്താൽ ശരിയാകുമോ? ഞാനത് ചെയ്താൽ ശരിയാകത്തില്ല, എനിക്കത് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം വരും, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, എന്തിനോടും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സമീപനം. ആ ഒരു സമീപനം കാരണമാണ് അവൻ ഉയർച്ച ഉണ്ടാകാത്തത്. അവന് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും ഇടാൻ സാധിക്കാത്തത് ഈ ഒരു പുവർ മെൻറ്റാലിറ്റി കാരണമാണ്. രണ്ടാമത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യത്തില്ല. സാധാരണക്കാരന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറില്ല കഴിവ്. ശരിയല്ലേ? ഒരു ചിട്ടിയിൽ പോലും ചേരാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇന്ന് കുറച്ചൊക്കെ ആളുകൾ മാറി മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തിലേലും ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ആളുകൾ പറയും, ഞാൻ ഇന്ന് വിതയ്ക്കുന്ന ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു, ഇന്നത്തെ മാത്രമാണ്, നാളത്തെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ആളുകൾ പറയും. അതൊരു പുവർ മെൻറ്റാലിറ്റിയാണ്. നമുക്ക് വേണ്ടിയല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം ചെയ്യണം. അതും പോട്ടെ, നാളെ ചിലപ്പം നമ്മളെല്ലാവരും നാളെ എന്നൊരു ദിനം മുന്നിൽ കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നാളേക്ക് വേണ്ടിയെന്ന് കരുതി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഉയർച്ചയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ എന്താണ് വേണ്ടത്? റിസ്ക് എടുക്കണം. നമ്മൾ എന്ത് ജോലി ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് തൊഴിലായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാകണം. ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ ആ മേഖലയിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്നും, എവിടെ കിടക്കുന്നോ അവിടെ തന്നെ നമ്മൾ കിടക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾക്കൊരു തടി കയറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ഞാൻ ആ തടി പൊക്കാൻ പോയി എൻ്റെ കാലും കയ്യൊക്കെ പോകും. പക്ഷെ നിങ്ങൾക്ക് ആ തടി വേണം താനും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ തടി എങ്ങനെയും കയറ്റിയെടുക്കാനായിട്ട് നോക്കണം. അവിടെ റിസ്ക് എടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും റിസ്ക് പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ റിസ്ക് എടുക്കുക. വരുന്ന റിസ്കിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള റെമഡീസ് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. അപ്പം നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കണം. അടുത്തത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലിപ്പോൾ നമുക്ക് നല്ല സാഹചര്യങ്ങളുണ്ട്, അച്ഛനമ്മയൊക്കെ പണിക്ക് പോകുന്നുണ്ട്, അല്ല ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട്. ഇനി ഞാൻ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്തിട്ടോ കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട് എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അതേപോലെയാണ് ചില ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ. ആദ്യം ചെല്ലുന്ന കമ്പനിയിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ സെറ്റായി, ഓക്കെ, ഞാൻ എല്ലാം കൊണ്ടും തൃപ്തനാണ്, എനിക്കിത് മതി, ഇതിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് വളരെ സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കും. അതൊരു കംഫർട്ട് സോണാണ്.
ആ കംഫർട്ട് സോണിൽ നിങ്ങൾ എന്നും അതേ ലെവലിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉയർച്ച വേണോ അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആ സുരക്ഷിതത്വ ബോധമുള്ളത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴേ റിസ്ക് വരുള്ളൂ. ആ റിസ്കിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഉയർച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും ആ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെ ഭരിക്കാൻ ആളുകളുണ്ടാവുന്നല്ലാതെ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെന്നും അവിടെ തന്നെ കിടക്കും. അതിൽ നിന്ന് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ കംഫർട്ട് സോണ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം. നമ്മൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഒരു മുട്ടയ്ക്കകത്ത് ഒരു കിളിക്കുഞ്ഞോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞോ ഒക്കെ മുട്ടയ്ക്കകത്തുണ്ടാവും. അത് ആ മുട്ടയുടെ ഷെല്ല് അതിൻ്റെ തോട് പൊട്ടിച്ച് പുറത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പുറം ലോകം കാണുന്നത്. ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറം ലോകം കാണുന്നത് അല്ലേ, സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നത്. അതേപോലെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതായിക്കോട്ടെ, അവയിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. പുറത്ത് വന്ന് നമ്മൾ ലോകം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പുതിയൊരു ബിസിനസ് മേഖലയിൽ ഇറങ്ങിത്തിരിക്കണം. അത് ഇപ്പം ജോലിയാണെങ്കിലും നിങ്ങൾ ഒരിടത്തും സ്ഥിരമായി നിൽക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉള്ള ജോലി നശിപ്പിക്കാനാണോ? അല്ല. നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച വേണമെങ്കിൽ നിങ്ങളിപ്പം സ്ഥിരമായി ഇപ്പം അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ പുറത്ത് വരണം. പുതിയ മേഖലകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ വളർച്ച ഉണ്ടാവുള്ളൂ. എന്നും ഒരേ തൊഴിൽ തന്നെ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് എന്ത് അറിവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അത് ജോലിയാണെങ്കിലും ശരി, ബിസിനസ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വളർച്ച ഉണ്ടാകും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് റിച്ച് പീപ്പിൾ വീണ്ടും വീണ്ടും റിച്ച് ആകുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. എന്തിനോടും ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാകും. രണ്ടാമത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൂടുതൽ മിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അവൻ തന്നെ ചെയ്യും. കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ ചിലവാക്കും. അതായത് നമ്മുടെ പോക്കറ്റിൽ 100 രൂപ ഉണ്ടെങ്കിലും നമ്മൾ 110 രൂപ ചിലവാക്കും. എന്നാൽ ഒരു റിച്ചായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും? ഈ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവനകത്ത് നിന്ന് 80 രൂപ അവൻ ഇൻവെസ്റ്റ് ചെയ്യും ഏതെങ്കിലും, എന്നിട്ട് 20 രൂപ അവൻ ചിലവാക്കും. അവൻ വീണ്ടും വീണ്ടും പണക്കാരനാവും. കാരണം അവൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. പിന്നെന്താണ്? അവൻ ഈ 80 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുത്തിട്ടാണ് അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവൻ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അവൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവനവിടെ പ്രോഫിറ്റ് ഉണ്ടാവും, നേട്ടങ്ങളുണ്ടാവും. അവൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവന് നേട്ടങ്ങളുണ്ടാവും. സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഓൾറെഡി അവൻ കടത്തിലാണ് പോകുന്നത്. അവിടെ എങ്ങനെ റിസ്ക് എടുക്കുക? നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. അടുത്ത പറഞ്ഞത് എന്താണ്? കംഫർട്ട് സോണാണ്. കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെപ്പോഴും സുരക്ഷിതമായി നമുക്ക് കവചം തന്നിരിക്കുന്നത് എന്താണോ അതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമുക്ക് വിജയമുണ്ടാകും. അത് ജീവിതത്തിലാണെങ്കിലും ശരി, ബിസിനസ്സിലാണെങ്കിലും ശരി, ജോലിയിലാണെങ്കിലും ശരി. അപ്പം നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ബൈ ബൈ.